അടുപ്പത്ത് ഓലക്കൊടി ഉണ്ട് നമ്മളെ പോയ വരന്റെ എത്തപ്പത്തിന് പറഞ്ഞു ഞാൻ ക്രോസ് വെക്കണം എപ്പോഴും തീ എത്തിച്ചുമ്പോ എന്നാലിങ്ങനെ കിട്ടുള്ളൂ. നല്ല പരിചയമുള്ള ആളാണ് പറയുന്നത്. ഓ നന്നായിട്ട് പരിചയം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനാ ഉണ്ടാക്കുന്നത്. തിന്നാൻ പറ്റിയ ചൂടാതെ പെട്ട് ഗൈസ്. അപ്പോഴേ ടേസ്റ്റ്. ഫസ്റ്റ് നമ്മള് മുളക് ഇടാം. ആദ്യം മുളകല്ല മുയന്റെ ഇടല്, ഉള്ളി ഇടല്, ഉള്ളി വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ടോ. അതിന് കുറച്ച് ഉപ്പ് ഇടാണ്. വേ പാടും. ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളി ഇട്ടിന്. അതിന്റെ ഏരിയയിലുണ്ട് ഒരു തക്കാളിയും കുടുങ്ങിയല്ല. അതില് ഭാഗ്യവാനാണ്. ഇങ്ങനത്തെ ഫുഡ് എങ്ങനെ തിന്നാൻ കഴിയും? മൂടി തപ്പിട്ട് മൂടി കണ്ടില്ല. അപ്പൊ തക്കാളിന്റെ ഇട്ട പാത്രം മൂടി സംഭവം നിങ്ങൾക്ക് അടുക്കും. അങ്ങനെ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും വാടി ഇനി നമ്മളെ തക്കാളി ഇട്ടോ. തക്കാളി മുകളിൽ തന്നെ കുറച്ച് വാടീന് കേട്ടോ. മൂടി പണി നീരാവി തൊള്ളേനായ നോമ്പ് കൂടിയോ കുറച്ചോന്നറിയാം. അപ്പൊ ഞാൻ ഉണ്ടാക്കാൻ വരാത്ത മൂടി വെച്ച് കുറച്ച് കറിവേപ്പ് ഇട്ട് കൊടുക്കാം അല്ലേ. സൂപ്പറും പൊളിക്കും. മോന്റെ എട്ടുകോളി മതിയോ? ആദ്യമായിട്ട് കറി വെക്കുക ഗൈസ്. അതിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി അല്ലത് ആദ്യം ഇട്ട്. ആ മല്ലിപ്പൊടി കുറച്ച് തോനടാ. മുളക് പൊടി 2 സ്പൂൺ ഇടല്ലേ. മുളക് പൊടിയാ ഞാൻ പറ്റുമോന്നൊന്നും അറിയില്ല. പഠിച്ചോനെ റബ്ബ് ഇത് തിന്നാൻ കഴിയില്ല. മുളകും പൊടി ഇടണ മഞ്ഞപ്പൊടി ഇട്ടണ എന്നിട്ട് മറന്നാണ് ടേസ്റ്റ് ഞാൻ ആക്കിയരാ. അല്ലെങ്കിൽ ഇപ്പൊ കൊളാവും. അത് ആരൊന്നും വിചാരിക്കരുത് എന്നോട് ഉണ്ടാക്കിയാ കയ്യിലാച്ചിട്ട് പെണ്ണുങ്ങൾ എന്നെ വീട്ടിൽ ഉണ്ടാക്കണേ. ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ടാക്കാൻ വിചാരിച്ചേ. ഇവിടെ മഞ്ഞപ്പൊടി ഇടുന്ന കണ്ടപ്പോ ഓൾക്ക് വിചാരിച്ചു തിന്നാൻ കയ്യിലാച്ചിട്ട് ഓളോട് തന്നെ കൊളാവല്ല. എന്റെ 2 മക്കളോട് വന്നിതാ അടുപ്പ് കൂതാനൊക്കെ. അടുപ്പിച്ചിട്ടില്ല. നമ്മക്ക് ഇതൊക്കെ മേലെ നമ്മള് ഗൾഫിൽ ഉണ്ടാക്കിയാന്ന് ഓൾക്കറിയണ്ടേ. ആ മഞ്ഞളും പിന്നെ കൊത്തമ്പല്ലും ഒന്നായിട്ട് ഇട്ട കറി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനി വേണ്ട 90% ഞാൻ പണിയെടുത്തിന്. ഇനിയിപ്പോൾ ഓള് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിയോളാണ്. അവസാനം കറി ഫുള്ളാക്കാൻ ഞാൻ വരേണ്ടി വന്ന്. ഞാൻ ഏതായാലും തേങ്ങ കരച്ച് പറഞ്ഞ് വറവിട്ട് സെറ്റാക്കി.